ഈ ദിവസം പി ടി ഇല്ല. പി ടി പീരീഡ് ഞാൻ മാത്സ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ പോർഷൻസ് ഒന്നും തീർന്നിട്ടില്ല. ഈ ആനുവൽ ഡേക്കും പി ടിക്കും കാണിക്കുന്ന ഇൻവേർഷൻ ഒന്നും നിങ്ങൾ ഈ മാത്സ് പഠിക്കാനൊന്നും കാണിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ പാസ്സാവാ? എനിക്ക് വേറെ ഒരു ഡിവിഷൻസിലും പിള്ളേരെ ഓർത്ത് പേടിയില്ല. നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്ത് എനിക്ക് ടെൻഷനുള്ളൂ. ഇല്ല, നിങ്ങൾ ഏത് ലീഡർ വന്ന് പറഞ്ഞാലും കാര്യമില്ല. കാരണം ഞാൻ പി ടി പീരീഡ് ഞാൻ മാത്സ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ പോർഷൻസ് ഒന്നും തീർന്നിട്ടില്ല. അത് തീരാതെ ഒന്നും എനിക്ക് ഒരു പി ടിക്കും ഓട്ടിക്കും വിടാനൊന്നും പറ്റില്ല. മനസ്സിലായ? മിണ്ടണ്ട, ക്ലാസ്സിൽ പോയിരുന്നോ? ബിൻസി ഒന്നും എവിടെയും പോണില്ല. ഒരു തിരുവാതിരയും ഒപ്പനയും ഒരു കളിക്കും പോണില്ല. മാത്സ് ജയിച്ച് എനിക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ വിടത്തുള്ളൂ. ഞാൻ ക്ലാസ് ടീച്ചറോട് ഞാൻ സംസാരിക്കണ്ടേ. ഒരു കളി നടക്കില്ല എൻ്റെ അടുത്ത് കേട്ടാ. ആ കണ്ണൊക്കെ എഴുതി വരാൻ നേരം മതി ഒരു മാത്സ് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ. എന്തോ ഇത് മക്കളെ, ഈ മാത്സ് ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും പഠിക്കണതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒന്ന് പ്രാർത്ഥിക്ക്. ദൈവഭയമില്ലാതെ ഈ പഠിക്കാനൊക്കെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ നഖവും വളർത്തി ഈ കണ്ണമ്മയും കുറെ വരച്ച് വന്നിട്ട് ഒന്നും കാര്യമില്ല എൻ്റെ മക്കളെ. ഇതൊന്നല്ല ജീവിതം. ജീവിതമൊക്കെ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് നിങ്ങൾ പഠിക്കുക. ഇതൊക്കെ ഞാൻ ഇപ്പൊ ഞാൻ പറയുമ്പോൾ എന്നോട് ദേഷ്യമാണ്. ഇപ്പൊക്കെ ഞാൻ പറയുമ്പോൾ ദേഷ്യമാണ്. പഠിച്ചോളൂ, ഒക്കെ പഠിക്കും. 2-3 വർഷമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും പഠിക്കും. ഒക്കെ ഓർക്കും, അയ്യോ സിസ്റ്റർ അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ ഓർക്കും. ഇപ്പൊ നമ്മളൊന്നും വലിയില്ല, ആയിക്കോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊക്കെ നിങ്ങൾ പഠിക്കും, അപ്പൊക്കെ നിങ്ങൾ എന്നെ ഓർക്കും. ഓക്കെ, ആ പോർഷൻ എടുത്തോ. വർത്താനം പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുക. ഏതാണ് ആ മലയാളം ടീച്ചർ പറയും, ഈവൻ ഹിന്ദി ടീച്ചർ വരെ പറയും, അയ്യോ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്സ് എന്ന് പറയുന്നത്. ഈ പിള്ളേർക്ക് എന്താ മനസ്സിലാവാത്ത, ഇത്രയും മന്ദബുദ്ധികളാണോന്ന്. ഇത്ര ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ എനിക്കറിയില്ല. എന്റെ പ്രശ്നമാണോ? എനിക്കറിയില്ല. ഞാൻ മാത്സ് എടുത്തിട്ട് മാത്സ് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാവുമ്പോൾ, നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യാണ്ടാവുമ്പോൾ ഞാൻ നിങ്ങളെ അടിക്കും. നിങ്ങൾക്ക് അടിക്കണേന് ഞാൻ പ്രശ്നം എന്തുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഒരു പേപ്പറിൽ എഴുതി വന്നേക്ക്, എൻ്റെ മകളെ അടിക്കുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തൊരു പേപ്പർ എഴുതി കൊണ്ട് വന്നേക്ക്. ഞാൻ നാളെ തൊട്ട് ആരും അടിക്കില്ല. ആ ലിസ്റ്റ് നോക്കി ഞാൻ പിള്ളേരെ അടിച്ചോളാം. ഇനി പഠിക്കണേനാണോ പ്രശ്നം? എനിക്കറിയില്ല. ഭൂമിയിൽ നിൽക്ക് താഴെ തുള്ളി എങ്ങോട്ടേ പോണ്. എന്ത് കളി അവരൊക്കെ കളിക്കണാവോ എൻ്റെ കർത്താവേ.